ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് പൊറോട്ടയും നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഈസി ഉള്ളൊരു മെത്തേഡിലാണ് കേട്ടോ നമ്മളിവിടെ പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചിക്കൻ മേടിച്ചപ്പോൾ ഒരു പൊറോട്ടയ്ക്ക് ഒരു കൊതി തോന്നി കേട്ടോ. അപ്പോൾ മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ ഇത് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി വെക്കുകയാണ്. അപ്പോൾ നല്ല ചെറിയതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള എണ്ണ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ സെപ്പറേറ്റ് വേറെ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. അപ്പോൾ ഉള്ളി വാടാൻ ഭയങ്കര പ്രയാസം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കളർ മാറി. അപ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക്ക്, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിട്ടപ്പോൾ തന്നെ നല്ല സ്മെല്ലായി. ഇനി നമുക്ക് കുറച്ച് നീക്കി കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ പച്ചമുളകും കുരുമുളകും കുറച്ച് ഇടുന്നുണ്ട്, കാരണം മുളക് പൊടി കുറച്ച് കുറവാണ് കേട്ടോ ഇട്ടത്. ഇനി നന്നായി സെറ്റായി വരുമ്പോൾ പച്ചമണമൊക്കെ മാറി അടിപൊളി ഒരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായി വെന്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതേ കുറച്ച് വെള്ളം ഇടും കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് ഓൾറെഡി നമുക്ക് അടച്ചിടുമ്പോൾ വെള്ളം വരുമല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ചിക്കൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കൈ വെച്ച് ചുമ്മാ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായി കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ബോൾസ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ ബോളും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദ വെച്ചിട്ട് 2 ബോളാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുക. ആ 2 ബോൾ വെച്ചിട്ട് 4 പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് തടവി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ആവുന്നതുപോലെ ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അങ്ങനെ റെഡി ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് ഇതുപോലെ നടുവിലേക്കൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. ഇനി അത് നമുക്ക് വീണ്ടും ഓയിൽ തടവണം. എല്ലാ ഭാഗത്തും ഓയിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു വട്ടം കൂടെ ഇങ്ങോട്ടും മടക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുന്ന പോലെ തന്നെ ചെയ്യണം. ഇനി വീണ്ടും സ്പ്രെഡ് ചെയ്യുക, വീണ്ടും മൈദ സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇത് റോൾ ചെയ്ത് കൊടുക്കണം. മൈദപ്പൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്യണം കേട്ടോ. ഇതുപോലെ ചെറിയതായിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടി കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ നടുഭാഗത്ത് ഒന്ന് കട്ട് ചെയ്യണം. ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിലൊന്ന് മുറിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നല്ല ലെയർ കാണുന്നില്ലേ, ഇതുപോലെ നല്ല റൗണ്ടായിട്ട് നമുക്ക് ലെയർ കാണാൻ പറ്റും. ഇനി നമുക്കിതാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതുപോലെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഒത്തിരി കട്ടി കുറയ്ക്കരുത് കേട്ടോ, ചെറിയൊരു കട്ടി ഉണ്ടായാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതേ നമുക്കിതിന് ഇങ്ങനെ റൗണ്ടായിട്ട് ലെയർ കാണുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ കുറച്ച് ചെറുതായിട്ട് കാണുന്നുള്ളൂ, അപ്പോൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ലെയറായിട്ട് തോന്നും കേട്ടോ. ഇനി നമുക്കൊരു ദോശച്ചട്ടിയോ ഫ്രൈ പാൻ എന്തിലാ വെച്ചാൽ നമ്മൾ ചുട്ടെടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചും എണ്ണ തേച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നല്ല പൊന്തി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിടണ്ട കേട്ടോ, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ലെവലിലിട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിത് പരിചയമൊന്നുമില്ല, എന്നാലും നമ്മൾ ചെയ്യാണ് കേട്ടോ. നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ ഇത് ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഒത്തിരി ടൈമൊന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ കറി ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോഫ്റ്റ് പൊറോട്ട അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറയണതല്ല, എന്തായാലും എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.